ഒരുപാട് നാളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതേ കണക്കുണ്ട് ഈ ഫൈസൽ ആദിലെ നൂറേയും പറ്റി പറഞ്ഞ് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേരുണ്ടെങ്കിൽ അദ്ദേഹത്തെ എടുത്ത് ഭയങ്കരമായിട്ട് ട്രോളുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതേ കണക്കൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. താനുണ്ടെങ്കിൽ തൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, അതിനുള്ള എല്ലാ അവകാശവും ഉണ്ട്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ താൻ ചെയ്തത് തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ താൻ ക്ഷമ വയ്ക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ തൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത് തൻ്റെ അഭിപ്രായം പറയുന്നതിന് കുഴപ്പമില്ല, എന്നാൽ പോലും ആൾക്കാരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അതിൽ മാപ്പ് ചോദിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ എടുത്തിട്ടാണ് ഭയങ്കരമായിട്ട് ട്രോളുന്നതൊക്കെ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. ഇപ്പോൾ തൊപ്പി ആയിക്കോട്ടെ വേറെ ആൾക്കാർ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. തീർച്ചയായിട്ടും നമുക്കൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇതേ കണക്ക് വീട്ടിൽ വിളിച്ച് വരുത്തിയ ഒരു ഗസ്റ്റിനെ ഉണ്ടായി, അത് കഴിഞ്ഞതിന് ശേഷം ഇതേ കണക്ക് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അത് മോശമുള്ളൊരു കാര്യമാണ്. അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവസാനം ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, തൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്, ഇനിയുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല, അതോടെ തന്നെ താനുണ്ടെങ്കിൽ അതിന് ക്ഷമ വയ്ക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം പോസ്റ്റ് ഇട്ടിരുന്നത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.